ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഞാൻ പ്രിപ്പയർ ചെയ്ത ഒരു ലഞ്ച് റെസിപ്പിയാണ്. നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. ഞാൻ ഒരു 3 പീസ് ബ്രസ്റ്റ് പീസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം അത് മാരിനേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ്, കുരുമുളക് പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ തൈര് ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചതാണിത്. അടുത്ത ദിവസമാണ് കുക്ക് ചെയ്യുന്നത്. കുക്ക് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മളൊരു പാൻ എടുത്തിട്ട് നന്നായിട്ട് ഹീറ്റ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഓയിൽ ചേർത്ത് കൊടുക്കുക. മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുത്ത് 2 സൈഡും നന്നായിട്ട് ബ്രൗൺ ആയി വരുന്ന വരെ കുക്ക് ചെയ്തെടുക്കുക. ആദ്യം കുറച്ച് ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യണം. അതിനുശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം ചേർത്ത് കഴുകിയിട്ട് നമ്മൾ ആ വെള്ളവും കൂടെ ചേർത്ത് വെച്ച് ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് 2 സൈഡും നല്ല മുരിഞ്ഞ് വരുന്ന രീതിയിൽ കുക്ക് ചെയ്തെടുക്കുക. ഒരു ചെറിയ ബ്രൗൺ കളർ വരുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. നല്ലതായിട്ട് ഗ്രില്ലായി വരണം. ഇപ്പോൾ ഏകദേശം നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സും സോയാ സോസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ എടുത്തില്ല. അപ്പം നിങ്ങൾ ആവശ്യത്തിനായിട്ടുള്ള സോയാ സോസും റെഡ് ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് ഇളക്കി നന്നായിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കണം. അടുത്തതായിട്ട് ഞാൻ ചെയ്യുന്നത് കുറച്ച് വെജിറ്റബിൾസ് ഉപ്പിട്ട് ബോയിൽ ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് ബ്രോക്കലി, ക്യാരറ്റ്, കുറച്ച് ഡൈസായിട്ട് കട്ട് ചെയ്തിട്ടുള്ള പൊട്ടറ്റോ ഇത്രയും നന്നായിട്ട് ബോയിൽ ചെയ്ത് നമ്മൾ മാറ്റി വെച്ചതിന് ശേഷം വേറൊരു പാനിലോട്ട് കുറച്ച് ബട്ടർ ഇട്ട് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കണം ഈ വെജിറ്റബിൾസ് എല്ലാം. ഞാൻ നേരത്തെ ഒരു റെസിപ്പി ചെയ്തിട്ടുണ്ട് എയർ ഫ്രൈഡ് ചിക്കനിൽ. അപ്പോൾ എയർ ഫ്രയർ ഇല്ലാത്തവർ പാനിൽ എങ്ങനെ ചെയ്യുമെന്നൊരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ രീതിയിലും കൂടെ കുക്ക് ചെയ്ത് കാണിക്കുന്നത്. വെജിറ്റബിൾസ് എല്ലാം നല്ല രീതിയിൽ സോട്ടായി വരുമ്പോഴത്തേക്കും ഇതിലോട്ട് നമുക്ക് കുറച്ച് റോസ്മേരിയോ അല്ലെങ്കിൽ ഇറ്റാലിയൻ ഹെർബ്സോ എന്താണോ കയ്യിലുള്ളതെന്ന് വെച്ച് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ കുറച്ച് സോയ സോസും കൂടെ ചേർത്ത് നന്നായിട്ട് സോട്ടേ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ റെസിപ്പി ഓൾമോസ്റ്റ് ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഫുഡ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.